ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധമായ വലിയ നോമ്പിലെ 4-ാം ദിവസമായ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വേദഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ്. നമ്മുടെ കർത്താവ് ഗിരിപ്രഭാഷണ മധ്യേ തന്നോട് കൂടെ ഇരുന്നവരോട് ആകുലതയെക്കുറിച്ചുള്ള ഒരു ചിന്തയിലാണ് അവിടെ അപ്രകാരം പറയുന്നത്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ആകുലതകളും അതിനെ തുടർന്നുണ്ടാവുന്ന ജീവിതത്തിലെ സങ്കീർണതകളും അതിനെ മറികടക്കുവാൻ തക്കവണ്ണം ദൈവകൃപയിൽ അടിസ്ഥാനമിടുവാനും ഈ വേദഭാഗം നമ്മെ ചിന്തിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആകുലപ്പെടാതെ ഇരിക്കുവാനുള്ള ആ ഒരു ആഹ്വാനത്തെ ഈ വലിയ നോമ്പിൽ നമ്മൾ അതിനോട് ചേർന്ന് ധ്യാനിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ നോമ്പിനെ ക്രമീകരിക്കേണ്ടത്? ആ നോമ്പിലൂടെ നമ്മൾ നേടുന്ന ഒരു അടിസ്ഥാനപരമായ വിശ്വാസവും ദൈവശക്തിയിൽ ഉറച്ചുള്ള ബോധ്യവും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശക്തമാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്നാളും ദൈവകൃപയിലായിരിക്കാൻ നമുക്ക് സാധ്യമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഇവിടെ കർത്താവ് നമ്മോട് പറയുന്നത്, എന്ത് കഴിക്കും എന്ത് കുടിക്കും എന്ന് ജീവനെ ഓർത്തും വസ്ത്രത്തേക്കാൾ ശരീരവും ആഹാരത്തേക്കാൾ ജീവനുമാണ് വലുത് എന്ന് കർത്താവ് അവിടെ കൂടിയിരുന്നവരോട് ആ സമയത്തും വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മോടും ഓർമ്മിപ്പിക്കുകയാണ്. അതിന് നിരവധി ഉദാഹരണങ്ങൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷികളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ പോറ്റി പുലർത്തുന്നു എന്ന് നമ്മൾ കാണുന്നു. മനുഷ്യരായ നമ്മൾ അതിലും എത്രയും വിശേഷതയുള്ളവരല്ലോ എന്ന് കർത്താവ് അവിടെ ചോദിക്കുന്നുണ്ട്. ആ ദൈവകൃപയുടെ അനുഗ്രഹവും ദൈവം നമ്മെ കൂടുതൽ വിശേഷതയുള്ളവരാക്കി തീർക്കുന്നതുമാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹീതമായ ഒരു അവസ്ഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു അനുഭവം കൂടിയാണ് പരിശുദ്ധമായ നോമ്പ് എന്നുള്ള കാലഘട്ടം. വസ്ത്രത്തിന്റെ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളുടെ ആകുലത കൊണ്ട് കഴിയുമോ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം ആകുലതകളും അതിനെ തുടർന്നുണ്ടാവുന്ന ജീവിതത്തിന്റെ സങ്കീർണതകളും ഒക്കെ പരിഹരിക്കപ്പെടുവാൻ പലപ്പോഴും നമ്മൾ തളർന്നു പോകുമ്പോൾ, തോറ്റുപോകുമ്പോൾ ദൈവകൃപയുടെ സാന്നിധ്യം നമ്മളോട് ചേർത്ത് നിർത്തുന്ന വേദഭാഗമായിട്ട് നമ്മൾ ഈ വേദഭാഗത്തെ കാണുമ്പോൾ നമ്മുടെ നോമ്പിൽ ആകുലതകളെ നീക്കി സങ്കീർണതകളെ തരണം ചെയ്യുവാൻ, ദൈവശക്തിയെ പുതുക്കി മുന്നോട്ട് ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം എന്നും പ്രത്യേകമായിട്ട് ഈ വേദഭാഗം നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്. അനുഗ്രഹീതമായി നമ്മൾ നോമ്പ് നോൽക്കുന്നതിലൂടെ ദൈവകൃപയിലായിരിക്കാനും നല്ല ദൈവ മക്കളായി ജീവിക്കുവാനും തക്കവണ്ണം നമുക്ക് സാധ്യമാകണം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ആകുലതകളെ ഓർത്ത് ഭാരപ്പെടാതെ ദൈവകൃപയിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ദൈവത്തിൽ സമർപ്പിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. നിങ്ങളുടെ ഭാരം എൻ്റെ മേൽ വെച്ചു പുലർത്തുക, ഞാൻ നിന്നെ പോറ്റിക്കൊള്ളും എന്ന് പറയുന്ന ഒരു ദൈവ വചനം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്രകാരമുള്ള ആ ഒരു പ്രതീക്ഷയേറിയ ജീവിതമാണ് ഓരോ ക്രിസ്ത്യാനിയുടെ നിന്ന് നമ്മൾ തിരിച്ചറിയണം. ക്രിസ്ത്യാനിക്ക് ഉചിതമായ രീതിയിൽ ജീവിച്ച് അനുഗ്രഹീതമായി അനേകം പേരെ ക്രിസ്തുവിലേക്ക് തിരിപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ ആകുലതകളെ നീക്കുമ്പോഴാണ് നമ്മുടെ നോമ്പിന് ഒരു സൗന്ദര്യം കൂടുതൽ വർദ്ധിക്കുന്നത് എന്നും ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. അനുഗ്രഹീതമായി ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആകുലതകളെ തരണം ചെയ്യുവാൻ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നോമ്പ്, നമ്മുടെ ഉപവാസം, ദാനധർമ്മം, നമ്മുടെ നീതിപൂർവമായ ജീവിതചര്യകളൊക്കെ നമ്മെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. യേശുക്രിസ്തു ഈ വേദഭാഗത്തിന്റെ അവസാന ഭാഗത്തിൽ പറയുന്നുണ്ട്, മുമ്പേ അവന്റെ നീതിയും രാജ്യവും അന്വേഷിപ്പീൻ എന്ന്. അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും എന്നും പറയുന്നു. തീർച്ചയായിട്ടും ക്രിസ്ത്യാനികളായി നമ്മൾ ജീവിക്കുമ്പോൾ മുമ്പേ അവന്റെ നീതിയും രാജ്യവും അന്വേഷിക്കുവാൻ ഉള്ള ബാധ്യതയും കടമയും ഉത്തരവാദിത്വവും നമുക്കുണ്ട് എന്ന് ഈ വേദപുസ്തകത്തിന്റെ ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നോമ്പിന്റെ കുമ്പിടിയിലിന്റെ
ഉപവാസത്തിന്റെ, ദാനധർമ്മത്തിന്റെ അനുഭവങ്ങൾ നമ്മെ ദൈവ കൃപയുടെ ചിറകിലായിരിക്കാനും ദൈവത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് പുതിയതായി നമ്മുടെ ജീവിതത്തെ പണിയുവാനും നമുക്ക് സാധ്യമാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആകുലതകളെ തരണം ചെയ്യുവാൻ നമുക്ക് സാധ്യമാകുന്നത്. നമ്മുടെ നോമ്പ് നമസ്കാരങ്ങളിലൊക്കെ നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും ഉജ്ജ്വലിപ്പിക്കുന്നതും ജീവിതത്തിന്റെ ആകുലതകളിൽ നിന്ന് നമുക്ക് പടിപടിയായി മുന്നോട്ട് കരയേറുവാനും തക്കവണ്ണമാണ് പ്രാർത്ഥനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നോമ്പിന്റെ അനുഭവം എന്നുള്ളത് ആകുലതകളെ തരണം ചെയ്യുവാനുള്ള ഒരു കാലഘട്ടമായി, ആ തരണം ചെയ്ത ആകുലതകളിൽ തുടർന്നും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, അടിക്കടി ഉണ്ടാകുന്ന സങ്കീർണതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പോരാടുവാൻ ഉള്ള ഊർജവും ധൈര്യവും ഈ നോമ്പ് കാലഘട്ടം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭാപ്രസംഗി 11-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായിട്ടും അവിടെ പറയുന്നുണ്ട്, യുവാക്കളോട് നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾക്ക് ബോധിച്ച രീതിയിൽ നിങ്ങൾ ജീവിക്കുക, പക്ഷേ അവിടെ ന്യായവിസ്താരത്തിൽ നിങ്ങളെ ചേർക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആകയാൽ ഹൃദയത്തിൽ നിന്ന് വ്യസനത്തെ അകറ്റി ദേഹത്തിൽ നിന്ന് തിന്മകളെ നീക്കി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. സകലതും മായ എന്ന് അവിടെ പറയുന്നു. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും ആകുലതകളും സങ്കീർണതകളും ഒക്കെ ഒരു നിമിഷത്തേക്കോ അല്പസമയത്തേക്കോ ഉള്ള മായകളാണെന്ന് നമ്മൾ മനസ്സിലാക്കി ജീവിതത്തെ ദൈവകൃപയുടെ അടിസ്ഥാനത്തിൽ പണിയപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും അപ്രകാരം ജീവിതത്തിൽ അനുഗ്രഹീതമായി മുന്നേറുവാനും ആകുലതകളെ തരണം ചെയ്യുവാനും നമുക്ക് സാധ്യമാകും. പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയിലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാത്തുകൊള്ളും. ആ ദൈവ സമാധാനത്തിൽ യേശു ക്രിസ്തുവിന്റെ സംരക്ഷണയിൽ വളരുവാൻ, ആകുലതകളെ അതിജീവിക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ.